ചരിത്രപരമായി വിശദീകരിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഏതാകട്ടെ, കാബീലിൽ നിന്ന് ബിംബാരാധന ആരംഭിച്ചിട്ടുണ്ടെങ്കിൽ അതങ്ങനെ തുടർച്ചയായി വന്ന് വ്യാപിച്ചു. നൂഹ് നബി അലൈഹി ഇസ്ലാമിൻ്റെ കാലഘട്ടത്തിൽ വളരെയധികം ജനങ്ങളെ അത് ആകർഷിച്ചു. നൂഹ് നബി അലൈഹി ഇസ്ലാം പ്രബോധനവുമായി രംഗത്ത് വന്നപ്പോൾ ജനങ്ങൾ ആ ബിംബങ്ങളെയെല്ലാം ആരാധിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. അതിനെ സംബന്ധിച്ച് നൂഹ് നബി അലൈഹി ഇസ്ലാം തന്നെ അള്ളാഹുവോട് പറയുന്നത് കാണാം. ഖുർആനിൽ അള്ളാഹു തആല പറയുന്നു, വഖാലു ലാ തദറുന്ന ആലിഹതക്കും വലാ തദറുന്ന വദ്ദൻ വലാ സുവാൻ വലാ യഗൂസ് വയഊഖ് വനസ്ര. പടച്ചവനെ, ഈ ജനങ്ങൾ എന്താ പറയുന്നത്? ഞാൻ അവരെ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ആശയത്തിലേക്ക് ക്ഷണിച്ചപ്പോൾ, നിന്നെ അംഗീകരിക്കാൻ അവരോട് പറഞ്ഞപ്പോൾ, ഈ ജനങ്ങൾ ചെയ്യുന്നത്, അവർ പ്രചരിപ്പിക്കുന്നത് ബിംബങ്ങളെ സംബന്ധിച്ചാണ്. അവർ പറയുന്നു, ലാ തദറുന്ന ആലിഹതക്കും, ജനങ്ങളെ ഈ നൂഹിൻ്റെ വാർത്ത കേട്ടിട്ട്, പ്രസംഗം കേട്ടിട്ട്, ഉപദേശം കേട്ടിട്ട് നിങ്ങൾ നിങ്ങളുടെ ദൈവങ്ങളെ ഒഴിവാക്കേണ്ടതില്ല. ആ ദൈവങ്ങളെ ഒരിക്കലും നിങ്ങൾ ഒഴിവാക്കരുത്. വലാ തദറുന്ന, നിങ്ങൾ ഒഴിവാക്കരുത്. വദ്ദൻ വലാ സുവാൻ, വദ്, സുവാഴ്, യഗൂസ്, യഊഖ്, നസ്ർ തുടങ്ങിയ ബിംബങ്ങളെ ഒന്നും നിങ്ങൾ ഒഴിവാക്കാൻ പാടില്ല. ഈ ബിംബങ്ങളെല്ലാം നിങ്ങൾ വിശ്വസിക്കുന്ന ദൈവങ്ങളുടെ സ്മരണയായി നിങ്ങൾ സ്ഥാപിക്കുന്നതാണ്. അതുകൊണ്ട് നിങ്ങളുടെ ദൈവങ്ങളെ നിങ്ങൾ ഉപേക്ഷിക്കാൻ പാടില്ല, ഈ ബിംബങ്ങളെയും നിങ്ങൾ ഉപേക്ഷിക്കാൻ പാടില്ല എന്ന് ആ ജനങ്ങൾ പറഞ്ഞിരിക്കുന്നു. തമ്പുരാനെ, വഖദ് അളല്ലു കസീറ, ഈ ബിംബങ്ങളാണെങ്കിൽ, ഇവയാണെങ്കിൽ ഒരുപാട് ആളുകളെ പിഴപ്പിക്കുകയും ചെയ്തിരിക്കുന്നു, വഴിതെറ്റിക്കുകയും ചെയ്തിരിക്കുന്നു റബ്ബേ. ഇത് നൂഹ് നബി അലൈഹി ഇസ്ലാം അള്ളാഹുവോട് പറയുന്നതായി പരിശുദ്ധ ഖുർആൻ രേഖപ്പെടുത്തിയ സംഭവമാണ്. ഇവിടെയും നാം ശ്രദ്ധിക്കണം, ഈ ബിംബങ്ങൾ അത് ബിംബങ്ങൾ തന്നെയാണ്. സുന്നത്ത് ജമാഅത്തിൻ്റെ ശത്രുക്കൾ പറയുന്നു, ഈ വദ്, സുവാഴ്, യഊഖ്, യഗൂസ്, നസ്ർ ഇതെല്ലാം മഹാത്മാക്കളായിരുന്നു. ഈ മഹാത്മാക്കളെ വിളിച്ചു സഹായം ചോദിക്കുകയായിരുന്നു അവർ ചെയ്തിരുന്നത്. അതാണ് അവരെ ഇലാഹാക്കിയത്. അത് തന്നെയാണ് ഇന്നിവിടെയുള്ള ആളുകളും ചെയ്യുന്നത്. മഹാത്മാക്കളെ വിളിച്ച് സഹായം ചോദിക്കുന്നു. നൂഹ് നബി അലൈഹി ഇസ്ലാം ഏത് കാര്യത്തിൽ ജനങ്ങളെ സംബന്ധിച്ച് അള്ളാഹുവോട് ആക്ഷേപം ബോധിപ്പിച്ചോ അതാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത്. മഹാത്മാക്കളായ കുറേ ആളുകൾ, വദ്, സുവാഴ് തുടങ്ങി മഹാത്മാക്കളായ കുറേ ആളുകളെ അന്നത്തെ ജനങ്ങൾ വിളിച്ചു പ്രാർത്ഥിക്കുന്നു, സഹായം ചോദിക്കുന്നു, അവരെ രക്ഷയ്ക്ക് വേണ്ടി സമീപിക്കുന്നു. ഇതാണ് ഇലാഹുകൾ. ഇതിനെ സംബന്ധിച്ചാണ് നൂഹ് നബി അലൈഹി ഇസ്ലാം അള്ളാഹുവോട് പറഞ്ഞത് എന്ന് പറയുന്നു. എന്നിട്ട് ചില കിതാബുകളിൽ നിന്ന് അടർത്തിയെടുത്ത ചില ഇബാറത്തുകൾ, വാക്യങ്ങൾ അവർ ഉദ്ധരിക്കുന്നു. അസ്മാഉ റിജാലിൻ സ്വാലിഹീൻ എന്നവർ വായിക്കുന്നത് കേൾക്കാം. പലപ്പോഴും ഈ വദ്, സുവാഴ് തുടങ്ങിയതെല്ലാം അസ്മാഉ റിജാലിൻ സ്വാലിഹീൻ, സാലിഹീങ്ങളായ ആളുകളുടെ പേരുകളാണ് എന്ന്. വാസ്തവത്തിൽ ആ പ്രയോഗം തന്നെ അവർക്കെതിരാണ്. ഇത് സാലിഹീങ്ങളായ നല്ല ആളുകളുടെ പേരുകളാണ് എന്ന് പറഞ്ഞത് തന്നെ ആളുകൾ ഇതല്ല എന്നർത്ഥം. മുമ്പ് കുറേ നല്ല ആളുകൾ കഴിഞ്ഞു പോയിരുന്നു. ആ നല്ല ആളുകളുടെ പേരിൽ ചില ബിംബങ്ങൾ സ്ഥാപിച്ചു. എന്നിട്ട് ആ ബിംബങ്ങളെയാണ് ഇവർ ആരാധിക്കുന്നത്, ബിംബങ്ങളെയാണ് സമീപിക്കുന്നത്. ആ നല്ല ആളുകളുടെ പേര് ഇവർക്ക് വെച്ചു എന്ന് മാത്രമേ ഉള്ളൂ. ഇവർ ഉദ്ധരിക്കുന്ന തെളിവ് തന്നെ ഇവർക്കെതിരാണ്. അസ്മാഉ റിജാലിൻ സ്വാലിഹീൻ, നല്ല ആളുകളുടെ നാമങ്ങളാണ്, ആ നാമങ്ങളാണ് വെച്ചിരിക്കുന്നത്. ആ നല്ല നാമങ്ങളുള്ള ആളുകളല്ല ഇത്. ആ നല്ല ആളുകളുടെ നാമങ്ങളെയാണ് ഈ ബിംബങ്ങൾക്ക് വെച്ചിരിക്കുന്നത്. അസ്മാഉ റിജാലിൻ സ്വാലിഹീൻ. ഇത് സംബന്ധിച്ച്
ഇമാം ഖുർത്തുബി തൻ്റെ തഫ്സീറിൽ പറയുന്നത് കാണാം. അതുപോലെ അനവധി തഫ്സീറുകൾ പറയുന്നത് കാണാം. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹുവിൽ നിന്നും മറ്റുമൊക്കെ ഉദ്ധരിച്ചുകൊണ്ട് ഇത് പ്രത്യേക രൂപങ്ങളുള്ള പ്രത്യേക ബിംബങ്ങൾ തന്നെയായിരുന്നു. കല്ലുകൊണ്ടും മണ്ണുകൊണ്ടുമൊക്കെ ഉണ്ടാക്കിയ പ്രത്യേക ബിംബങ്ങൾ തന്നെയായിരുന്നു. ഇതാണ് ബഹുഭൂരിഭാഗം വ്യാഖ്യാതാക്കളും പണ്ഡിതന്മാരും രേഖപ്പെടുത്തിയിരിക്കുന്നത് എന്നും പറയുന്നു. അതേ സമയത്ത് ഈ പറഞ്ഞ ബദ്ദുസുവാ തുടങ്ങിയത് മഹാത്മാക്കളുടെ പേരായിരുന്നു. അങ്ങനെ നേരത്തെ മഹാത്മാക്കൾ ജീവിച്ചിരുന്നു എന്ന് പറയുന്നവർ തന്നെ പറയുന്നത് ഇവർ ചെയ്തത് ആ മഹാത്മാക്കളുടെ പേരിൽ ബിംബം സ്ഥാപിച്ചു, ആ ബിംബത്തെ ആരാധിക്കുകയായിരുന്നു എന്നാണ്. ചുരുക്കി പറഞ്ഞാൽ ഇവിടെ ബിംബത്തെ തന്നെയാണ് പൂജിക്കുന്നത്. മഹാത്മാക്കളുടെ പേരിൽ ബിംബമുണ്ടാക്കി ബിംബത്തെ പൂജിക്കുന്നത് തെറ്റ് തന്നെയാണ്. വെറും ഒരു ബിംബമുണ്ടാക്കി പൂജിക്കുന്നതും മഹാത്മാക്കളുടെ പേരിൽ ബിംബമുണ്ടാക്കി പൂജിക്കുന്നതും രണ്ടും ഒരുപോലെയാണ്. ഇപ്പൊ അള്ളാഹുവിൻ്റെ പേരിൽ ബിംബമുണ്ടാക്കി ദൈവമാണ് എന്ന് പറഞ്ഞുകൊണ്ടൊരു ഒരു കോലം കെട്ടി ഒരു മണ്ണുകൊണ്ടോ അല്ലെങ്കിൽ കല്ലുകൊണ്ടോ ഒരു രൂപമുണ്ടാക്കി ദൈവമാണെന്ന് പറഞ്ഞു. എന്നാൽ അത് ഹറാമല്ലേ? അത് ശിർക്കല്ലേ? അതുപോലെ തന്നെയാണ് ആ വസ്തുക്കളെ ആരാധിക്കുന്നത് ശിർക്കാകുന്നതും ഹറാമാകുന്നതും പോലെ തന്നെയാണ് അള്ളാഹു അല്ലാത്തവരുടെ പേരിൽ ബിംബമുണ്ടാക്കി ആ ബിംബങ്ങളെ ആരാധിക്കുന്നതും പൂജിക്കുന്നതുമെല്ലാം. അപ്പോൾ ഇവിടെ നൂഹ് നബി അലൈഹി ഇസ്ലാമിൻ്റെ ജനങ്ങൾ എന്തു ചെയ്തു എന്ന് ചോദിച്ചാൽ അവർ ഒന്നുകിൽ നേരെ ബിംബങ്ങൾ ഉണ്ടാക്കി ആ ബിംബങ്ങളെ ആരാധിക്കുന്നു, അല്ലെങ്കിൽ മഹാത്മാക്കളായി മുമ്പ് ജീവിച്ചു പോയ ചിലരുടെ പേരുകളിൽ ബിംബങ്ങൾ ഉണ്ടാക്കി ആ ബിംബങ്ങളെ ആരാധിക്കുന്നു. അല്ലാതെ മഹാത്മാക്കളോട് സഹായം ചോദിച്ചതാണ് അവർ ചെയ്ത തെറ്റ് എന്നതിന് യാതൊരു തെളിവുമില്ല, ഒരു വ്യാഖ്യാതാവും അങ്ങനെ രേഖപ്പെടുത്തിയിട്ടുമില്ല. അതേ സമയത്ത് അവർ ബിംബങ്ങളെ വെച്ച് പൂജിക്കുകയായിരുന്നു എന്നത് എല്ലാ വ്യാഖ്യാതാക്കളും വളരെ വ്യക്തമായി രേഖപ്പെടുത്തിയ സംഭവമാണ്. തന്നെയുമല്ല, ഇവിടെ വളരെ വ്യക്തമായി നമുക്ക് വേറൊരു സംഗതി മനസ്സിലാവും. നൂഹ് നബി അലൈഹി ഇസ്ലാം ഇത് പറഞ്ഞല്ലോ, പടച്ചവനെ ഈ ജനങ്ങൾ പറഞ്ഞു നിങ്ങൾ ബിംബങ്ങളെ, ആരാധ്യ വസ്തുക്കളെ, ഇലാഹുകളെ നിങ്ങൾ ഒഴിവാക്കാൻ പാടില്ല, വദ്ദു സുവാ തുടങ്ങിയ നിങ്ങളുടെ ഈ ബിംബങ്ങളെയും ഒഴിവാക്കാൻ പാടില്ല എന്ന് പറഞ്ഞല്ലോ. എന്നിട്ട് നൂഹ് നബി അലൈഹി ഇസ്ലാം തന്നെ പറയുകയാണ് വഖദ് അദല്ലു കസീറ, പടച്ചവനെ ഈ പറഞ്ഞവയെല്ലാം ഒരുപാട് ആളുകളെ വഴിതെറ്റിച്ചിരിക്കുന്നു. ഈ പറഞ്ഞ ആളുകളൊക്കെ മഹാത്മാക്കളാണെങ്കിൽ ഇവരെങ്ങനെയാണ് വഴിതെറ്റിക്കൽ? ഇവിടെ ഈ പറഞ്ഞ ബദ്ദു സുവാവൊക്കെ മഹാത്മാക്കളാണ് എങ്കിൽ വഖദ് അദല്ലു കസീറ, ഇവർ ഒരുപാട് ആളുകളെ വഴിതെറ്റിച്ചു എന്ന് പറയാൻ സാധിക്കുമോ? ഇല്ല. അപ്പോൾ ഈ കള്ളദൈവങ്ങളാണ്, അതുപോലെ കള്ളദൈവങ്ങളായി നിശ്ചയിക്കപ്പെട്ട ആ ബിംബങ്ങൾ മുഖേന പലരും വഴിതെറ്റിയിരിക്കുന്നു. അപ്പോൾ ആ ബിംബങ്ങൾ വഴിതെറ്റിച്ചു എന്ന് പറയാം. ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം ബിംബങ്ങളെ കുറിച്ച് അള്ളാഹുവോട് പറഞ്ഞില്ലേ, റബ്ബി ഇന്നഹുന്ന അളലന കസീറൻ മിനന്നാസ്, ഈ ബിംബങ്ങൾ ഒരുപാട് ജനങ്ങൾ വഴിപ്പിച്ചിരിക്കുന്നു. അപ്പോൾ ബിംബമല്ലേ, സംസാരിക്കാൻ കഴിയില്ലല്ലോ, കാണാൻ കഴിയില്ലല്ലോ, വെറും മണ്ണല്ലേ, കല്ലല്ലേ, അതെങ്ങനെ വഴിതെറ്റിക്കുക എന്ന് ചോദിച്ചാൽ അവ മുഖേന ജനങ്ങൾ വഴിതെറ്റുന്നു. ഇതാണ് ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം ബിംബങ്ങൾ നോക്കി അള്ളാഹുവോട് പറഞ്ഞത് റബ്ബി ഇന്നഹുന്ന അളലന കസീറൻ മിനന്നാസ്. ഈ അർത്ഥത്തിൽ തന്നെയാണ് ഇവിടെ വദ്ദു സുവാ തുടങ്ങിയ ബിംബങ്ങൾ ഒരുപാട് ജനങ്ങൾ വഴിതെറ്റിച്ചിരിക്കുന്നു എന്ന് നൂഹ് നബി അലൈഹി ഇസ്ലാം പറയുന്നത്. നേരെ മറിച്ച് മഹാത്മാക്കളാണ് അവരെങ്കിൽ അളല്ലു കസീറ, അവർ കുറേ ആളുകളെ വഴിതെറ്റിച്ചിരിക്കുന്നു എന്ന് പറയുന്നത് ഒരിക്കലും ശരിയല്ല, അത് വമ്പിച്ച തെറ്റായിരിക്കുമെന്ന കാര്യത്തിൽ തർക്കമില്ല. അതോടൊപ്പം ഖുർആൻ വ്യാഖ്യാതാക്കളെല്ലാം ഞാൻ ഈ പറഞ്ഞ രൂപത്തിലാണ് താനും, അവരും അങ്ങനെ തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്. അതിന് വ്യക്തമായ അനുകൂലമായ തെളിവാണ് വഖദ് അളല്ലു കസീറ, ആ വസ്തുക്കൾ വദ്ദു സുവാ തുടങ്ങിയവർ അല്ലെങ്കിൽ ആ ബിംബങ്ങൾ ഒരുപാട് ജനങ്ങളെ വഴിതെറ്റിച്ചിരിക്കുന്നു എന്ന് പറയുന്നു. അപ്പോൾ ഇവിടെ യഥാർത്ഥത്തിലുള്ളത് അങ്ങനെ മഹാത്മാക്കളായ ചിലരൊക്കെ ജീവിച്ചു പോയിട്ടുണ്ടാകാം ആ പേരിൽ, പക്ഷേ ആ പേര് വെച്ചുകൊണ്ട് ദൈവങ്ങളുണ്ടാക്കി, ആ ദൈവങ്ങളെ ആരാധിച്ചു. ഇത് മുമ്പ് ഒരുപാട് ആളുകൾ ചെയ്തത് തന്നെയാണ്. പ്രവാചകൻ്റെ ഭാര്യമാരായ ഉമ്മു സലമ ബീബിയും ഉമ്മു ഹബീബ ബീബിയും ഒരിക്കൽ പ്രവാചകനോട് പറഞ്ഞു, അവരൊരു യാത്രയിൽ ഒരു കനീസ കണ്ട്. ആ കനീസയെക്കുറിച്ച് സംസാരിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവരോട് പറഞ്ഞു, ആ ജനങ്ങളുണ്ടല്ലോ, അവരിൽ ആരെങ്കിലും മരിച്ചു പോയാൽ ആ മരണപ്പെട്ട വ്യക്തിയുടെ ഫോട്ടോ അവർ ഖബറിൽ സ്ഥാപിക്കുന്നു, എന്നിട്ട് ആ ഫോട്ടോകളെ ആരാധിക്കുന്നു. അവർ ഏറ്റവും ശപിക്കപ്പെട്ടവരാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞെങ്കിൽ ഇതുപോലെ ഉദാഹരണങ്ങൾ ഒരുപാട് ലോകത്ത് സംഭവിച്ചിട്ടുണ്ട്, സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിൻ്റെ എല്ലാം മാനദണ്ഡം ഈ ബിംബങ്ങളെയെല്ലാം വെച്ച്
ആരാധിക്കുന്നതിൻ്റെ മാനദണ്ഡം